ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ നിങ്ങൾക്ക് കൂർക്ക ഇഷ്ടമാണോ? നമ്മുടെ ചീവക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഈ കൂർക്ക നിങ്ങൾ ഈ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇത് കൂർക്ക വരട്ട് അല്ലെങ്കിൽ കൂർക്ക റോസ്റ്റ് എന്നൊക്കെ പറയും. ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലല്ല കേട്ടോ. ഒരു പ്രത്യേകം മസാലയൊക്കെ തയ്യാറാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് കൂർക്കയൊന്നും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുതാണിത്. കണ്ടോ? ഇതുപോലെ വലുതാണ്. പക്ഷേ ഇത് ക്ലീൻ ആക്കുന്ന മിക്ക ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലൊക്കെ കറയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ക്ലീൻ ആക്കാൻ. അപ്പോൾ ഇത് എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്ന ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണം ഫസ്റ്റ്. ഇതുപോലെ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ പുറമേയുള്ള കുറച്ച് മണ്ണൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇനി നമുക്കിതൊരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതാണ് ഞാനൊരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ഇത് മുങ്ങി കിടക്കണം. ആ ഒരു പാകത്തിനാണ് കേട്ടോ വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ അതാണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒരേ ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് മാറ്റാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാലക്കൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഇവിടെ തേക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ചധികം വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഒരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെളുത്തുള്ളി അല്ലി ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ എരിവ് അതിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. ഞാനൊരു 4 എണ്ണേ ചേർത്തിട്ടുള്ളൂ. എനിക്ക് ഇത് പാകത്തിനുള്ള എരിവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി 4ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയിലൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറിയും ചീറ്റിലൊക്കെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും ചേർത്ത് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി മല്ലിയിലയുടെയൊക്കെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ പൊട്ടലും ചീറ്റിലും ഒക്കെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിപ്പോൾ എല്ലാം ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഒക്കെ ഓഫാക്കി ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഇത് അവിടെ നിന്ന് തണുക്കട്ടെ. ആ ഒരു സമയത്ത് അവിടെ നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന ഐറ്റം ഒക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കർ ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. കണ്ടോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ക്ലീൻ ആക്കി കൊണ്ടുവരാം. കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇളകി വന്നതാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി കുറച്ച് നല്ല വെള്ളത്തിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കാണ്. ഇനി നമുക്ക് ദാണ്ടെ ഇതുപോലെ തൊട്ടാൽ മതി. ഇതുപോലെ ഇങ്ങനെ ഇളകി ഇങ്ങി പോരും കേട്ടോ. എന്ത് എളുപ്പമാണെന്ന് അറിയാം. ഇനി ഇത് ക്ലീൻ ആക്കാൻ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടാൽ മതി. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി ഇങ്ങി വരും. നമുക്ക് പിന്നെ ആയാസപ്പെട്ടിരുന്ന് ചുരണ്ടി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കയ്യിലൊന്നും കറ പറ്റിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മിക്കുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ആദ്യമായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങുന്നവർക്കൊക്കെ ഇതൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ അത്യാവശ്യം കനത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ്. ഓരോന്നും 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അത് കാണിച്ചിട്ടില്ല. എന്നിട്ട് ഇതുപോലെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട് ഞാൻ. അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കൂടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണേ.
അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റുമ്പോഴേക്കും കളറൊക്കെ ദാണ്ട് ഇതുപോലെ കിട്ടും കേട്ടോ. നമ്മൾ മല്ലിയിലയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ കളറൊക്കെ ഇതുപോലെ ഒരു കളറിലായിരിക്കും ഇത് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇനി ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരല്പം മാത്രം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ മതിയാവും. അത് നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂർക്കയ്ക്കകത്തും ഒന്നിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഒന്നും കൂടെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ദാണ്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മതി. അപ്പൊ ദാണ്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവത്തിന്. പ്രത്യേകിച്ച് കൂർക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു മസാല ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും എന്തോ ടേസ്റ്റ് ആണെന്നറിയോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ മസാല എല്ലാം ഈ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്നങ്ങ് പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 4 മിനിറ്റ് ഒക്കെ അവിടെ ഇരുന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. നമ്മൾ അതിൻ്റെ ഒരു നനവൊക്കെ കുറച്ചൊന്ന് വറ്റി ആ മസാല എല്ലാം നമ്മുടെ ആ ഒരു കൂർക്കയ്ക്കകത്തൊന്ന് പിടിച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ദാണ്ടെ ഒരു 3-4 മിനിറ്റ് ഒക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. കണ്ടോ, ഇപ്പോഴും കുറച്ച് ആ വെള്ളം കുറച്ചും കൂടെ നിൽപ്പുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കണം. കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാട്ടോ. ഞാൻ കുറച്ചും കൂടെ അതിനകത്തോട്ട് ഇതെല്ലാം ഒന്ന് പിടിച്ച് ഒന്നും കൂടെ ഒന്ന് വരട്ടി എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പൊ ദാണ്ടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ മസാല എല്ലാം നമ്മുടെ കൂർക്കയ്ക്കകത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. അപ്പൊ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുന്നുണ്ട്. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി, കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ലേ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കൂർക്ക വരട്ടെന്നോ കൂർക്ക റോസ്റ്റ് എന്നൊക്കെ പറയാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും കൂർക്ക ഒരേ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കി മടുത്തവർക്ക്, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പ്രത്യേകിച്ച് കൂർക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചങ്ങോട്ട് കഴിച്ചാലോ. ഇതുകൊണ്ടല്ലോ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അമർത്തുമ്പോഴിങ്ങനെ ഞെങ്ങി അങ്ങ് പോകും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോഴേക്കും എൻ്റെ പൊന്നോ സ്വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.